ഇതിലപ്പോൾ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ മന്ത് ഓഫ് എ ഇയർ എന്ന് പറയുമ്പോൾ മന്ത് എന്ന് വെച്ചാൽ മാസം, ഇയർ എന്ന് വെച്ചാൽ വർഷം അല്ലെങ്കിൽ കൊല്ലം എന്നൊക്കെ പറയാം. ലുക്ക് അറ്റ് ദ കലണ്ടർ ആൻഡ് ഫിൽ ഇൻ ദ നൈംസ് ഓഫ് ദി മന്ത്സ്. അപ്പൊ എഴുതിയിരിക്കുന്ന കലണ്ടർ നോക്കിയിട്ട് മാസങ്ങളുടെ പേര് പൂരിപ്പിക്കാനായിട്ട് പറഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. ജനുവരി ഫസ്റ്റ് ഏതാ? ജനുവരി. അപ്പൊ ജനുവരി എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ഓഫ് എ ന്യൂ ഇയർ. നമ്മളെ പുതുവർഷം തുടങ്ങുന്നത് ന്യൂ ഇയറിലല്ലേ, അതാണ് അപ്പൊ അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ രണ്ടാമതപ്പം എന്തായി നമുക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. അപ്പം ഈ ഏപ്രിൽ, മെയ് എന്ന് പറയുമ്പോഴത്തേക്ക് സമ്മർ വെക്കേഷനാണ്, വേനൽ അവധിക്കാലമാണ്. അതാണ് അപ്പൊ അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആറാമത് മാസം എന്ന് പറയുമ്പോഴത്തേക്ക് ജൂണാണ്. ജൂൺ മാസം എന്ന് പറയുമ്പോൾ എന്താ? സ്കൂൾ റീഓപ്പൺസ് എന്ന് വെച്ചാൽ സ്കൂൾ തുറക്കുന്ന ടൈമാണ്. ജൂലൈ, പിന്നെ അതുപോലെ ഓഗസ്റ്റിൽ എന്താ? ഇൻഡിപെൻഡൻസ് ഡേ ഉണ്ട്. പിന്നെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിൽ എന്താ? ചിൽഡ്രൻസ് ഡേ ഉണ്ട്. ഡിസംബറിൽ എന്താ? ക്രിസ്മസ് ഉണ്ട്. പിന്നെ ഓൺ വിച്ച് മന്ത്സ് ഡു യു ഹാവ് ദ സമ്മർ വെക്കേഷൻ? സമ്മർ വെക്കേഷന് കണ്ട നിങ്ങൾക്ക് ഏതൊക്കെ മാസങ്ങളാണ് വേനൽ അവധിക്കാലം എന്നുള്ളതാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി അത് കണ്ടായിരുന്നല്ലോ, ഏപ്രിലും മെയ്യിലും. അപ്പൊ നമ്മൾ ഇവിടെ എഴുതണം ഏപ്രിൽ, മെയ് എഴുതണം. അതുപോലെ തന്നെ ഇൻ വിച്ച് മന്ത് ഈസ് യുവർ ബർത്ത്ഡേ? നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ ബർത്ത്ഡേ ഏത് മാസം, നിങ്ങളുടെ പിറന്നാൾ ഏത് മാസത്തിലാണെന്നാ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഈസ് ദ ലാസ്റ്റ് മന്ത് ഓഫ് എ ഇയർ? ഏതാണ് അവസാന മാസം, ഒരു വർഷത്തിന്റെ അവസാനത്തെ മാസം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാ? ഡിസംബർ. അതപ്പം അവിടെ എഴുതണം. അപ്പോ ആ മാസം നീല നിറത്തിൽ അടിക്കാനും പറഞ്ഞിരിക്കുന്നുണ്ട്. ഏതാന്ന് വെച്ചാൽ നമ്മുടെ ബർത്ത്ഡേയുടെ മന്ത്സ് നീല നിറത്തിൽ അടിക്കാനായിട്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം അടുത്ത പേജ്. ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ വിച്ച് മന്ത്സ്, ഏത് മാസം എന്നുള്ളതാ പറയുന്നത്. ഇപ്പൊ ന്യൂ ഇയർ ബിഗൻസ് ഏത് മാസമാണ്? ജനുവരി. ഹാപ്പി ന്യൂ ഇയർ. പിന്നെ എന്താ? റിപ്പബ്ലിക് ഡേ ഏത് മാസമാണ്? അതും ജനുവരി തന്നെ. അതുപോലെ ചിൽഡ്രൻസ് ഡേ നവംബറില്. ഗാന്ധി ജയന്തി എപ്പോഴാണ്? ഗാന്ധിജി ജനിച്ച ദിവസം ഗാന്ധി ജയന്തി ഒക്ടോബറില്. ഇൻഡിപെൻഡൻസ് ഡേ ഏതാ? ഓഗസ്റ്റ്. അപ്പൊ അന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. ടീച്ചേഴ്സ് ഡേ സെപ്റ്റംബറില്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നോക്കുന്നത്. പിന്നെ ഈ പേജിൽ എന്താന്ന് വെച്ചാൽ സീസൺസ് എന്ന് വെച്ചാൽ എന്താ? കാലങ്ങൾ. അപ്പൊ ഓരോ സീസൺസിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ? സമ്മർ സീസൺ എന്ന് വെച്ചാൽ വേനൽക്കാലം. വേനൽക്കാലത്ത് എന്താ? മഴയൊന്നും പെയ്യത്തില്ല, ആ ഭൂമിയൊക്കെ വരണ്ട് കിടക്കുന്ന ഒരു പിക്ചറല്ലേ കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ എന്താ? വസന്തകാലമാണ്. എന്ന് വെച്ചാൽ പൂക്കളൊക്കെ നല്ല വിരിഞ്ഞു നിൽക്കുന്ന കാലമാണ്. പിന്നെ റെയിനി സീസൺ എന്ന് വെച്ചാൽ ഫുൾ മഴയായിരിക്കും, മഴക്കാലമാണ് റെയിനി സീസൺ. വിന്റർ സീസൺ എന്ന് പറഞ്ഞാൽ എന്താ? തണുപ്പ് കാലം, ശീതകാലം, മഞ്ഞുകാലം എന്നൊക്കെ പറയാം. അപ്പൊ പിന്നെ ഇതിലെന്താ? ജോയിൻ പിക്ചേഴ്സ് സ്യൂട്ടബിൾ ടു ദി സീസൺസ്. കാലങ്ങൾക്ക് അനുയോജ്യമായ മാസങ്ങൾ യോജിപ്പിക്കാനായിട്ട് പറയുക. നമുക്ക് നോക്കാം. ഇതിലെന്താ? ഇതൊരു അംബർലയുണ്ട്. അംബർല നമ്മൾ ഏത് സമയത്താ? റെയിനി സീസൺ അല്ലേ, അപ്പൊ അതിൽ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതെന്താ? ഒരു വൂളൻ ഡ്രസ്സാണ്. അപ്പൊ വൂളൻ ക്ലോത്ത് ഡ്രസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാ? ശൈത്യകാലത്താണ്, വിന്റർ സീസണിലാണ്, അപ്പൊ വിന്ററിന്. അതുപോലെ ഇതൊരു വിഷറി കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് മെയ്ഡ് ഫാൻ. അപ്പൊ അത് ഏത് സമയത്ത് നമുക്ക് ചൂടുകാലം എപ്പോഴാ? സമ്മർ സീസൺ. അപ്പൊ സമ്മർ സീസണിന്റെ അവിടെ. അതുപോലെ ഇതെന്താ? ഫ്ലവേഴ്സ്, വസന്തകാലത്തല്ലേ ഫ്ലവേഴ്സ് ഒക്കെ നന്നായിട്ട് വിരിയുന്നത്, അപ്പൊ എന്താ? സ്പ്രിംഗ് സീസൺ. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ ഇതിൽ.